ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടസുർക്കേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വെറും 5-10 മിനിറ്റ് മതി. നമ്മുടെ മലബാർ ഏരിയയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. രാവിലത്തെ നാസ്തക്കാണ് അധികം ആൾക്കാരും കഴിക്കുന്നത്. പക്ഷെ നമുക്ക് മട്ടൻ കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതിലേക്കായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ജീരകശാല അരി ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് മിക്സി എടുത്തിട്ട് അതിലേക്ക് അരിയും ചോറും പിന്നെ 2 മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഏലക്കായും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് അരഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ വല്ലാണ്ട് വെള്ളമായി പോകാനും പാടില്ല, എന്നാൽ തീരെ അരയാണ്ടും ആയി പോകാൻ പാടില്ല. അഥവാ വല്ലാണ്ട് തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എങ്കിൽ നിങ്ങൾ നോക്കണം ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടസുർക്ക കിട്ടുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പം മുങ്ങാൻ പാകത്തിന് അത്രയും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു തവി വെച്ചിട്ട് ഒരു ഫുൾ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് മേലയിലേക്ക് പൊന്തി വരുന്നുണ്ട്, നമ്മൾ പൂരിയൊക്കെ പൊന്തി വരുന്ന പോലെ. ആ സമയത്ത് നമുക്ക് ചെറുതായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പാകം. അപ്പോൾ നമ്മളിതിന് ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്രയും വേവാനുള്ള അത്രയും സമയം നമ്മളിത് പിന്നെ എണ്ണയിൽ തന്നെ വറുത്തിട്ട് എടുക്കേണ്ടി വരും. ഇത് കണ്ടോ, നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടസുർക്കേൻ്റെ ഒരു കളറ്. നമ്മുടെ കിഡിലെ മുട്ടസുർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിന്. കാണുമ്പോൾ തന്നെ നമുക്കിത് കടിച്ച് തിന്നാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഞാൻ പറഞ്ഞതുപോലെ മട്ടൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.